ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈറ്റ് ആൻഡ് സീയിൽ ഇന്ന് നമ്മൾ കാണുന്നത് മുംബൈയിലെ ഹാജി അലി ദർഗ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഹാജി അലി ദർഗയിലേക്ക്. ഹാജി അലി ദർഗ എത്തണമെങ്കിൽ മുംബൈയിൽ ലോക്കൽ ട്രെയിനിൽ വരികയാണെങ്കിൽ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഷെയറിംഗ് ക്യാബ് അല്ലെ ഷെയറിംഗ് ടാക്സി, ഓട്ടോ ഇല്ല, ഷെയറിംഗ് ടാക്സി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 30 രൂപക്ക് ഒരാൾക്ക് 30 രൂപ റേറ്റിൽ മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹാജി അലി ദർഗയിലേക്ക് വന്നിറങ്ങാം. ഹാജി അലി ദർഗയിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ചെറിയൊരു സബ്വേ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന പകരം സബ്വേ ഉണ്ട്. സബ്വേയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എല്ലാം ഓരോ സാധനങ്ങളിങ്ങനെ വിൽക്കുകയെന്ന് രണ്ട് സൈഡിലും. അപ്പോൾ ഏതെങ്കിലും മുനിസിപ്പാലിറ്റീൻ്റെ ആളോ ചെക്കിംഗ് ഇൻസ്പെക്ടറോ പോലീസോ ആരെങ്കിലും വന്ന് കാണും. ഇതിപ്പോൾ സാധനങ്ങളെല്ലാം തൂക്കിപ്പെറുക്കി ഓടുന്നുണ്ട് ആൾക്കാർ, എല്ലാം കാലിയാക്കി. അതുകൊണ്ട് എല്ലാം അവിടെ ഇട്ട് പകുതി അവിടെ ഇട്ടിട്ടെല്ലാം പുറത്തു പോകുന്ന. അപ്പോൾ ഈ നല്ല തിരക്കുണ്ട് ഹാജി അലി ദർഗയിലേക്ക്. കയറുമ്പം തന്നെ ആ സ്റ്റെപ്സിലെല്ലാം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കണം. റോഡുമെന്നൊരു 5-10 മിനിറ്റ് നടന്ന് പോകണം ഹാജി അലി ദർഗയിലേക്ക്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് പോയി വിശേഷങ്ങളെല്ലാം കണ്ട് നടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുക, കാണുക, വീഡിയോ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത് സ്ഥലം നല്ല തിരക്കുള്ള റോഡാണ്. റോഡെല്ലാം ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം റോഡ് ക്രോസ് ചെയ്യുക. സിഗ്നലിൽ നിന്ന് ചെന്ന് സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുക. അവിടെ ഇവിടെയും വെച്ച് റോഡ് ക്രോസ് ചെയ്യാതിരിക്കുക, കാരണം വണ്ടി നല്ല സ്പീഡ് പോകുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇതിങ്ങനെ ഹാജി അലിയിലേക്ക് പോകുന്ന വഴിക്ക് ഹാജി അലി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ യൂട്യൂബിൽ കുറേ നമ്മൾ കണ്ട റിവ്യൂ വെച്ചിട്ട് ഭയങ്കര റിവ്യൂ എല്ലാം കൊടുത്ത ഹാജി അലി സാൻഡ്വിച്ചസ് ഉണ്ട്, പിന്നെ ഐസ്ക്രീംസ്, ജ്യൂസസ്. അതുപോലെ ഇവരെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോബെറി ക്രീം അങ്ങനെയുള്ളൊരു സാധനങ്ങളെല്ലാം ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ശരിയായിട്ടില്ല. ക്രീമാണ്, ക്രീമിൻ്റെ മുകളിൽ സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്ന സംഗതി, സ്ട്രോബെറി ക്രീം എന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്താ അത് പേര് മറന്നുപോയി ഇവർ ആക്ച്വലി അതിൻ്റെ മെനുവിൽ എന്താ പറയുന്നത്. പക്ഷേ ഒരു അങ്ങനെ എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഈ വഴിക്ക് വെള്ളവും എന്തെങ്കിലും കുടിക്കാനും ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് വേണമെങ്കിൽ ഈ ഒരു ഹാജി അലി റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഓവർ ഹൈപ്പ് ചെയ്തോ എന്നൊരു സംശയമുണ്ട് യൂട്യൂബിൽ കുറേ ആൾക്കാർ കൂടെ. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഹാജി അലിയിലേക്ക് പോകുന്ന വഴിക്ക് മറ്റുള്ള ചില കടകളെല്ലാം ഉണ്ട് ആ വഴിക്ക്. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്, റൈറ്റ് കാണുന്ന ഒരു പള്ളിയാണ്, മസ്ജിദ് ഉണ്ട്. പിന്നെ ലെഫ്റ്റിൽ ഈ പറയുന്ന ഓരോ സാധനങ്ങൾ വിൽക്കുന്ന കടകളെല്ലാം ഉണ്ട്. അതിൽ ഇവിടെ പൂരി വെക്കുന്നുണ്ട്, ഷേർ കോർമ, അതുപോലെ പൂരി, ഹൽവാപൂരി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ ഇല്ല അവിടെ നമ്മൾ ദർഗയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അർപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിച്ചിട്ട് വെക്കേണ്ട പൂമാലയും റോസെല്ലാം അതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് കൊണ്ടുപോകാം. അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇല്ല കാര്യങ്ങളെല്ലാം റോഡ് സൈഡിനുണ്ട്. പിന്നെ പേട, അങ്ങനെയുള്ള കുറച്ച് സ്വീറ്റ്സ്, പിന്നെ ഈ മേടിക്കേണ്ട വാച്ച്, ടോയ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കളിപ്പാട്ടങ്ങൾ, ജ്വല്ലറി, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വഴിക്കെല്ലാം ഉണ്ട്. വഴിക്കെല്ലാം കാണാം. നിങ്ങൾക്കത് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ട് പോവാം. മടക്കത്തിൽ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാം. ഹൽവ പൂരി കഴിക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം. അത് ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ വേറെ സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് വഴിയോര കടകളിൽ നിന്ന് ഹൽവ പൂരിയൊന്നും ഞാൻ കഴിക്കാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. പക്ഷേ
നിങ്ങൾക്കൊന്ന് വേണേൽ കഴിച്ച് നോക്കാം. പൂരി ആൻഡ് ഹൽവ, അല്ലെങ്കിൽ ഹൽവ എന്ന് പറയുമ്പോൾ ഷീര, ആ ഷീര ഓറഞ്ച് കളർ. അപ്പോൾ നമ്മളിങ്ങനെ വഴി കൂടെ പോവുകയാണ്. നല്ല തിരക്കുണ്ട് വൈകുന്നേരം. അതിങ്ങനെ നടന്ന് പോകണം. കടലിൻ്റെ ഏകദേശം ഒരു നമ്മളിപ്പം ഈ കരയിൽ നിന്നൊരു 100 മീറ്റർ വിട്ടിട്ടാണ് ദർഗ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത് കടലിലാണ് ഈ ദർഗ ഉള്ളത്. ഇപ്പം ബുർജ് അൽ അറബ്, ദുബായിലെ ഹോട്ടൽ ബുർജ് അൽ അറബ് കണ്ടയാൾക്കറിയാം. അതും ഒരു 50-100 മീറ്റർ കരയിൽ നിന്ന് വിട്ട് കടലിലുണ്ടാക്കിയിരിക്കുക, ഒരു പിയർ പണിതിട്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഹാജി അലി ദർഗയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 100 മീറ്റർ വിട്ടിട്ടാണ് കടലിൽ പ്ലാറ്റ്ഫോം പണിതിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് അന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ ഹാജി അലി ദർഗ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈടൈഡിന്, വേലികയറ്റത്തിന് അടച്ചിടും. കാരണം അവർ അനൗൺസ് ചെയ്യും, അത് നമ്മൾ പോകുന്ന സ്ഥലത്ത് അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് നെറ്റിലൊന്ന് നോക്കുക, ഹൈടൈഡിൻ്റെ സമയം, വെള്ളം കയറുന്ന സമയമാകുമ്പം അത് അടച്ചിടും. വേലിയിറക്കത്തിനും പിന്നെ ചിലപ്പം വേലിയിറക്കത്തിനും പിന്നെ കുഴപ്പമില്ല. ചിലപ്പം മഴക്കാലമാകുമ്പം നല്ല ടൈഡില്ല, നല്ല വേവ്സില്ല സമയം, അന്നേരവും കാറ്റില്ല സമയം, അന്നേരവും ദർഗ പൂട്ടും. അപ്പോൾ നിങ്ങൾ ഈ വെതർ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാർ. കാരണം മുംബൈ ടൗണിൽ നിന്നെല്ലാമാണെങ്കിൽ കുറച്ച് ദൂരമാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത്, ട്രെയിനിലെല്ലാം പോകാൻ വേണ്ടി. ഇനി ടാക്സി പോവുകയാണെങ്കിലും CST നിങ്ങൾ മുംബൈ ബാൻഡ്ര എന്നെല്ലാം പോകാൻ ടാക്സിയിൽ പൈസയാവും. എന്തായാലും ഒരു 10-300 റുപ്യ മിനിമം ആവും ടാക്സിയിൽ. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെയുള്ള ഈ വെതർ കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ഇല്ലെങ്കിൽ ദർഗ രാവിലെ തൊട്ട് തുറക്കുന്നതായിരിക്കും. രാവിലെ എന്ന് പറയുമ്പം പ്രാർത്ഥന സമയം തുടങ്ങി രാത്രിയത്തെ നിസ്കാര പ്രാർത്ഥന സമയം വരെ ദർഗ തുറന്നിരിക്കുന്നതായിരിക്കും. അപ്പം പോയി ഒന്ന് കാണേണ്ടതൊക്കെല്ലാം കാണാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ദർഗയിലേക്ക്. ഇതിപ്പോൾ പുതിയ ഉണ്ടാക്കുന്ന ടണലാണ് അങ്ങോട്ടേക്ക് പോകുന്ന. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല കൺസ്ട്രക്ഷനും ഈ ഏരിയയിൽ നടക്കുന്നുണ്ട്. റോഡിൻ്റെ കുറച്ച് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ ഈ ദർഗേൻ്റെ അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻസും നടക്കുന്നുണ്ട്. അങ്ങനെ ചില മറ്റുള്ള പ്രോജക്റ്റ് വർക്ക്സും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻകൺവീനിയൻസ് ഉണ്ടാവാം, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോകുമ്പോൾ കഴിയുന്നതും പകല് പോവുക. വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചുറ്റുവട്ടം ഇങ്ങനെ കടൽ, ബിൽഡിങ്ങും പിന്നെ സിറ്റിയും ഇതൊക്കെ നമ്മളങ്ങ് കാണാൻ പറ്റൂല ഇരുട്ടാവുമ്പം. ഇനി നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4 മണിക്ക് പോവുകയാണെങ്കിൽ അതും കാണാം. പിന്നെ വൈകുന്നേരത്തെ ഇരുട്ട് സന്ധ്യ ആകുമ്പോൾ എല്ലാ ഒരു കാഴ്ചകളും കണ്ടിട്ട് നമുക്കിങ്ങനെ തിരിച്ച് മടങ്ങി വരാം. അവിടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദർഗേൻ്റെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട്, ദർഗയുണ്ട്, രണ്ടും ഉണ്ട്. അപ്പം അവിടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഈ ബീച്ചിൽ നമ്മളിപ്പോൾ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ നല്ല വേവ്സ്, തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം കണ്ട് നല്ല രസമായിട്ട് അവിടെ ഇരിക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ ലൈറ്റ് റിഫ്രഷ്മെൻറ്റ്സ് കിട്ടും. പള്ളീൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചായ, കാപ്പി, അതുപോലെ സമൂസ, സാൻഡ്വിച്ച്, ചിപ്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെയുള്ള ലൈറ്റ് റിഫ്രഷ്മെൻറ്റ്സും കിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോയി വന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. നല്ല രസമാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ ലീവിന് വരുമ്പം, നാട്ടിൽ നിന്നെല്ലാം സ്ഥലം കാണാൻ വരുമ്പം, ബോംബെ കാണാൻ വരികയാണെങ്കിൽ ഈ ദർഗയൊന്ന് കണ്ടിട്ട് പോവുക. ഓക്കെ, അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഫുൾ വീഡിയോ ഉണ്ട് ദർഗേൻ്റെ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാണാം. ഓക്കെ, അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എൻജോയ്.
ചെക്കനപ്പാ മൂത്രയിക്കുന്നുണ്ടോ കടിയൊക്കെ. ഇവൻ എൻ്റെ കൂടെ തന്നെ വരും. വിടാ അങ്ങോട്ട് പോകും. ഈ പിടിച്ച് വലിക്കല്ല, വെള്ളത്തിൽ വീണാൽ പിന്നെ കിട്ടൂല. ഒന്നാമത് പാറയാ, പാറയിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. അപ്പോൾ അങ്ങോട്ട് നീങ്ങ, നല്ല തിരക്കാ. അപ്പുറം എന്താ വീണിട്ടാവും. നീ കൈ കാട്ടെ. फोटो आता फिर कब देखेंगे। അങ്ങോട്ട്
तेरा पैकेट ला जरा हाँ मने हाँ हाजी अली दरगाह ഇല്ല കുഴപ്പമില്ല ബൈക്കിലുണങ്ങിക്കോളും ആ ശനിയാ അച്ഛൻ പിടിച്ചേരാ നീ നനഞ്ഞോ ആ കയറി എന്നിട്ട് വരുമ്പോൾ എടുക്കാം ഫോട്ടോ ഇത് പിടി തിരക്കല്ലേ ആളെ തെക്കും തിരക്കും അവിടത്തം വരെ വീഡിയോ ഇല്ല അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ഇല്ല അവിടുന്ന് വീഡിയോ എടുത്തിട്ട് ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് ഉള്ളിൽ കയറി പുറത്തിറങ്ങാം ലേഡീസ് ഗേറ്റ് ജെൻസ് ആൻഡല്ലോ ഇവിടെ ചെരുപ്പ് വെക്കാം നിങ്ങൾ അവിടുന്ന് കയറിക്കോ ജെൻസ് ഇവിടെ കവർ ചെയ്യാറുണ്ട് എല്ലാവരും ഹെഡ് കവർ ചെയ്യണമെന്തോ നോക്കാം നിൻ്റെ ഇതില്ല നിൻ്റെ ടവലില്ല എന്നാൽ 2 മിനിറ്റ് ഇവിടെ വീഡിയോ എടുക്കുക
ആ ഞാൻ പൈസ കൊടുക്കുമ്പോന്ന് മനസ്സിലായേ. പൈസ കൊടുക്കുമ്പോ മനസ്സിലായേ. ഹാജി അലി ദർഗ, ഹാജി അലി ദർഗ ഒരു പ്രാവശ്യം വന്ന് കാണണ്ടേ ഇല്ല അല്ലേ? പിന്നെ ഇല്ല. ഡെയിലി കാണാനുണ്ടോ? ഒറ്റ പ്രാവശ്യം വന്ന് കാണാനുണ്ട് ഹാജി അലി ദർഗ. അധികം കാണാനൊന്നുമില്ല, ഒരു പ്രാവശ്യം വരാം. എപ്പോഴും വരാൻ പറ്റും. പകല്, പക്ഷെ ഇപ്പം പകല് നല്ല ചൂടല്ലേ? നല്ല ചൂട്, നല്ല ചൂട്. നല്ല തിരക്കുണ്ട് അല്ലേ? തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. തിങ്കളാഴ്ച ആയിട്ടും നല്ല തിരക്കാണ്.